ഹലോ ഗൈസ്, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ആ ഒരു പ്രശ്നം ഇതുവരായിട്ടും പരിഹാരമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ആ ഒരു വോയിസ് ക്ലിപ്പിൽ കേട്ട ഒരു ഇതുമായിട്ട് പോലീസൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, തെളിവെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു തെളിവും ബാക്കി മൊഴിയെടുപ്പൊന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഈ ഒരു കേസ് നിലവിലേക്ക് എത്തുമില്ല. അപ്പൊ ഇതിനായിട്ട് നമ്മുടെ CPM മുൻ MLA ആയിട്ടുള്ള ഐഷ പോറ്റി മേഡത്തിന് പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളാതെ CPI മുൻ MLA P. ഐഷ പോറ്റി രാഹുലിനെതിരായ പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കപ്പെടണമെന്ന് ഐഷ പോറ്റി 24നോട് പറഞ്ഞു. രാഹുലിനെതിരെ പാർട്ടി നടപടി അന്വേഷണത്തിന് ശേഷം വേണമായിരുന്നു, തെളിവുകളുടെ ആധികാരികതയും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഐഷ പോറ്റി പറഞ്ഞു. ഈ വാർത്തയൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായപ്പോൾ ആ പാർട്ടി അവരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തതായിട്ട് കണ്ടിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ അന്വേഷിച്ച് ഏത് കാര്യം വന്നാലും ഒരാളെന്നല്ല, ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് മനുഷ്യരെ പറ്റിയായാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ ഉള്ളടക്കം സത്യമാണോ എന്നൊന്നും നോക്കുന്നതല്ലാന്ന് തോന്നുന്നു. തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കണിശമായിട്ടും അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം, ഒരു സംശയവും വേണ്ട. തെളിവുകളെന്ന് പറയുമ്പോൾ അതിനെ ആധികാരികമായിട്ട് പറയണം. ഇപ്പോൾ ആരുടെ കാര്യത്തിലായാലും ഏത് മനുഷ്യരുടെ കാര്യം ഇത് എന്തിനാ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്, പറയാനുള്ളത് അപ്പം പറഞ്ഞൂടെ. കേട്ടില്ലേ? എന്ത് ആ ഓരോരോ ചോദ്യങ്ങളും എന്ത് വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ആ മേഡം തരുന്നത്. ഈ ഇതുപോലത്തെ സഖാക്കളാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ പറയുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇപ്പൊ അത് ഒരു കാര്യം അതിനകത്ത് ഫേക്ക് ഉണ്ടെങ്കിൽ ഫേക്ക്, അല്ലെങ്കിൽ ഉള്ളതാണെങ്കിൽ ഉള്ളത്, അതിന്റെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനത്തെ നിലപാടാണ് അതിനകത്ത് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതുപോലത്തെ കേസുകൾ വരുമ്പം എന്തിനാണ് ഇത്രയും കാലം ഇതിനകത്ത് ഇത്ര ഒരു ഗ്യാപ്പ് വരുന്നത്? ഇപ്പൊ നിലവിൽ കണ്ടുവരുന്ന കൂടുതലെല്ലാം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഒരു ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഇല്ലാതെ തെളിവില്ലാതെ ജസ്റ്റ് വന്നതിന് ശേഷം ഒരാളെ കുറ്റാരോപിതനായിട്ട് അങ്ങ് മുദ്ര കുത്തുകയാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പം തെളിവും ബാക്കി കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഈ ഒരു കേസ് പിന്നെ നിൽക്കത്തില്ല. അപ്പം ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ ഇപ്പം വെറുതെ ആവും. ഇതൊക്കെ ഓരോരോ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഓരോന്നും പൊട്ടിമുളച്ച് വരുമല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. മാഡം പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പം ഈ ഇദ്ദേഹത്തിന് വന്നു, ആ വ്യക്തി ഇപ്പം ഒരു തെറ്റ് ചെയ്ത ആളാണോ തെറ്റ് ചെയ്യാത്ത ആളാണോ എന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. ബാക്കി കാര്യങ്ങൾ കൂടുതൽ വന്നാൽ മാത്രമേ വ്യക്തമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഇതൊരു ബ്ലാങ്ക് ആയിട്ട് ഒരു ശൂന്യാകാശത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും പോലെ ചുമ്മാ എന്തെങ്കിലും 2-3 വോയിസ് നോട്ടും ഓരോ ക്ലിപ്പും വന്നിട്ട് കുറെ ഓരോരോ യുവനടികൾ വന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂവും കൊടുത്തിട്ട് അവര് കടന്ന് കാണിക്കണ റീച്ചിനും ബഹളത്തിനും അവർക്ക് മാത്രമേ ഉപയോഗമുള്ളൂ. പിന്നെ ഇവരെ പറഞ്ഞു വിട്ടാ അവർക്കും, അല്ലാതെ ആർക്കും ഇതിനകത്തൊരു നേട്ടമില്ല. നാളെ ഇപ്പൊ നമുക്ക് ആ റിപ്പോർട്ട് ചോദിച്ചു കേട്ടില്ലേ, ഇപ്പൊ അവർക്ക് ആ റിപ്പോർട്ട് ന്യൂസ് റീഡർക്ക് വരെ വരും ചിലപ്പോൾ. ഇങ്ങനെ ജസ്റ്റ് ബ്ലാങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കറക്റ്റായിട്ട് മൊഴിയും പരാതിയും എല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കേസെടുക്കാം. ഇപ്പം പരാതിയൊന്നും ഇല്ലാത്ത ആൾക്ക് ഇങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? സെയിം ഈ ഒരു കേസില് മറ്റൊരു സഹാവിന്റെ ഒരു നിലപാട് ഒരു കൂടെ ഞാൻ ഇട്ടിരിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കൂ. നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചെന്നപ്പെട്ടിരിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയുണ്ട്. ഭാവി കേരളത്തിൻ്റെ നേതാവായിട്ട് അവർ പ്രഖ്യാപിച്ച് ചുമന്നുകൊണ്ട് വന്ന 80 വയസ്സുകാരനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ വളർത്തിക്കൊണ്ട് വന്ന കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങളാണ്. ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്തെന്നോ ആരോടെങ്കിലും ഒരു കൊച്ചു വർത്തമാനം പറഞ്ഞെന്നോ ഉള്ള വിഷയമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. വിശേഷിച്ച് ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ പെൺകുട്ടികളെ പ്രലോഭിപ്പിക്കുക, അവരെ കല്യാണം കഴിക്കാം എന്ന് വാഗ്ദാനം കൊടുക്കുക, എന്നിട്ട് അവരെ ശാരീരികമായി ഉപയോഗിക്കുക, ഗർഭിണികളാകുമ്പോൾ അവരെ അബോർഷന് നിർബന്ധിക്കുക, അങ്ങനെ അശാസ്ത്രീയമായിട്ട് അബോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക, അബോർഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൊല്ലുമെന്ന് വിഷയപ്പെടുത്തുക. അങ്ങനെ ഒരു കൊടും ക്രിമിനലായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഖം വെളുപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്ന് രാവിലെയോ എപ്പോഴോ റിപ്പോർട്ടർ ചാനൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് പുറത്തോട്ട് വരുമെന്ന് പറയുന്നത്. കേട്ടില്ലേ? ഒരു അന്തവും കുന്തവും ഇല്ലാത്ത മറുപടികൾ. ഇവിടെ ഈ ഒരു കേസ് വന്ന സമയത്ത് പാർട്ടി ഒരു നടപടിയെടുത്തു, രാജിയും കൂടെ വെപ്പിച്ചു. ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളും വന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇതിനെക്കാട്ടിയും ഗംഭീര തെളിവുകളും എല്ലാം കൂടെ ആയിട്ട് ഒരു കുറച്ച് സ്വർണ്ണ കേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏത് വഴിക്ക് പോയാവുന്നോ, അതിനകത്ത് എത്രയൊക്കെ വന്നിട്ടുണ്ടെന്ന് പോലും ഇപ്പം അത് അങ്ങ് എന്താ പറയാ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിക്ക് അങ്ങ് മാഞ്ഞു തേഞ്ഞങ്ങ് പോയി. എന്താണ് സഹായം ഇങ്ങനെ? ഒരു സ്ഥലത്ത് ചിലപ്പം 1-2 കോഴികളൊക്കെ കാണും. കോഴി ഫാമുള്ള ആൾക്കാരാണ് ഇതിങ്ങനെ പറയുന്നത്. അത് വേറൊരു കാര്യം. ഈ ഇലക്ഷൻ വരുമ്പോഴേ ഉള്ളൂ. ഇതിപ്പം ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുന്നാടിയായിട്ടുള്ള ഒരു കോലാഹലങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി അങ്ങ് കെട്ടടങ്ങും. ഏറ്റവും അവസാന ആയുധങ്ങളൊക്കെ പ്രയോഗിക്കണമല്ലോ, അല്ലെങ്കിൽ കൈവിട്ട് പോകില്ലേ.
ഇതിപ്പോ ഓരോ കേസുകൾ വരുന്നതിന് മുമ്പേ മീഡിയ എന്തിനാണ് ഈ കൈ അതിനകത്ത് കൈയടത്തുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഒരു മിനിറ്റിന്റെ ഒരു ക്ലിപ്പായിരിക്കും അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അവർ എവിടെന്നെങ്കിലും പൊക്കിക്കൊണ്ട് വരുന്നത്. അതിന് ആദ്യം ഒരു 10 സെക്കൻഡ് ഇടും, അല്ലെങ്കിൽ 20 സെക്കൻഡ് പ്ലേ ചെയ്തിരിക്കും, എന്നിട്ട് അത് ഇങ്ങനെ ഓട്ട് ചെയ്യും, എന്നിട്ട് അപ്പൊക്ക് മൊത്തത്തിൽ ഒന്ന് കത്തി നിൽക്കും, പിന്നീട് അടുത്ത ക്ലിപ്പ് പതുക്കെ ഇറക്കും. ഇങ്ങനെ പാട്ടായിട്ട് ഇറക്കി ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യും 1 മിനിറ്റിന്റെ ഉള്ള സാധനത്തിന്. അപ്പം ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും കിട്ടാൻ മതിയല്ലോ, അതും ഇലക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ. ഇതിനെക്കാട്ടും മുതല് പല പ്രശ്നങ്ങളും എല്ലാം മാറ്റി നിർത്തി. അതായത് ഇപ്പൊ ഇലക്ഷൻ വന്ന് ഇപ്പം അടുക്കാറായി. ഇതിന് മുമ്പ് വേറെ കുറെ കാര്യങ്ങളുണ്ടെന്നേ. ചില സ്ഥലങ്ങളിലൊക്കെ തറക്കല്ലുകൾ ഇടുന്നത് മാത്രമേ നടക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കുറച്ച് ഭയങ്കര മന്ദഗതിയിലാണ് പോണത്. അപ്പൊ തന്നെ പല കാര്യങ്ങളും കഴിഞ്ഞിട്ട് 1 വർഷത്തിന് മുകളിലായി. ഈ ഫണ്ടൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ വയനാട് കേസിലൊക്കെ. വയനാടിന്റെ കുറെ ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് അവരുടേതായത് എന്താ പറയാ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീടും ബാക്കി കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തീരുന്നതിന് മുമ്പെങ്കിലും ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു സംഭവം ക്ലിയർ ആവുന്നെങ്കിൽ അതിപ്പോ ഭരിക്കുന്ന ആ പാർട്ടിക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം വോട്ട് അത്രയും കുറച്ചും കൂടെ കൂടുതൽ അങ്ങ് കയറും. മേ ബി ആ ഒരു ഡിലേ കൊണ്ടുവരുന്ന ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം പൈസയും വെച്ചിരുന്നിട്ട് ഇത്രയും കാലം ഇങ്ങനെ താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത്രത്തോളം ക്യാഷൊക്കെ കളക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.